ആറ്റുകാലിലേക്ക് പോകാം. മണക്കാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചെഴുന്നള്ളിയ ദേവി ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള ചടങ്ങുകളും ഒക്കെയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഇപ്പോൾ നടക്കുന്ന ചടങ്ങ് എന്താണ്? ക്ഷേത്ര സന്നിധിയിലേക്ക് ദേവി പ്രവേശിക്കുകയാണ്. ആദ്യം തന്നെ വാദ്യമേളക്കാർ, പഞ്ചവാദ്യമടങ്ങിയ മേളക്കാർ ആദ്യം ക്ഷേത്ര സന്നിധിയിൽ പ്രവേശിച്ചു. അതിനുശേഷം തീവട്ടി ഏന്തിയ പുരുഷാരം അമ്മയെ അകമ്പടി സേവിച്ചിരുന്നു. ആ തീവട്ടി ഏന്തിയ പുരുഷാരം ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ തൊട്ടു പിന്നാലെ അമ്മ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളുന്ന ആ കാഴ്ചയാണ്, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ എഴുന്നള്ളത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കുത്തിയോട്ടത്തിന് ശേഷം 1 മണിയോടുകൂടിയാണ് തന്റെ സഹോദരനായ മണക്കാട് ശാസ്താവിനെ കാണുവാനായി അമ്മ മണക്കാട് ശാസ്താവിന്റെ സന്നിധിയിലേക്ക് എഴുന്നള്ളിയത്. ഇന്ന് രാവിലെ 8:30 മണക്കാട് ശാസ്താവിന്റെ തിരുസന്നിധിയിൽ അമ്മ ചെന്നെത്തി. അവിടെ ആചാരവിധി പ്രകാരം അമ്മയെ സ്വീകരിച്ചിരുത്തുകയും ചെയ്തു. തുടർന്ന് തിടമ്പ് അവിടെ നിന്നും ആനയിച്ചിറക്കി ആചാരവിധി പ്രകാരമായ ചടങ്ങുകൾ നടന്നു. ഏറെ സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് തിരിച്ച് വീണ്ടും എഴുന്നള്ളത്ത് വരുന്നത്. ഈ എഴുന്നള്ളത്ത് വരുന്ന സ്ഥലങ്ങളിലെല്ലാം, തിരിച്ചെഴുതുന്ന സ്ഥലങ്ങളിലെല്ലാം പടുക്കയുമായി അമ്മയെ കാത്തു നിൽക്കുന്ന ഭക്തരുണ്ടായിരുന്നു. നിരവധി ഭക്തർ ഇരു സ്ഥലങ്ങളിലും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള പടുക്കയും അതോടൊപ്പം തന്നെ തട്ടവും സ്വീകരിച്ചുകൊണ്ടാണ് അമ്മ ക്ഷേത്ര സന്നിധിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആചാരവിധി പ്രകാരമായുള്ള എല്ലാ ചടങ്ങുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുഷ്പവൃഷ്ടി അടക്കം നൽകിക്കൊണ്ട്, പുഷ്പം വിരിച്ചുകൊണ്ടാണ് അമ്മയെ ക്ഷേത്ര സന്നിധിയിലേക്ക് ഭക്തർ എതിരേൽക്കുന്നത്. പഞ്ചവാദ്യങ്ങളുടെ അടക്കം മേളങ്ങളുടെ അകമ്പടിയോട് അമ്മ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിടമ്പേറ്റിയ ഗജവീരൻ, നെറ്റിപ്പട്ടമേന്തിയ ഗജവീരന് മുമ്പിൽ തിടമ്പേറ്റിയ അമ്മ ഇങ്ങനെ വിരാജിച്ചുകൊണ്ട് ഈ സ്വന്തം ഇരിപ്പിടത്തിലേക്ക്, ആ ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ച. ഇത് കാണുവാനായി, ഈ ദർശനം പുണ്യം നേടുവാനായി ഭക്ത സഹസ്രം ഈ തിരുമുറ്റത്ത് അണിനിരക്കുന്ന ഒരു കാഴ്ചയുമുണ്ട്. വളരെ അപൂർവമായ, അത്യത്ഭുതമായ കാഴ്ച, മനസ്സെ ആനന്ദിപ്പിക്കുന്ന കാഴ്ച, ഭക്തിയുടെ ലഹരിയിൽ ഭക്തനെ ആറാടിക്കുന്ന കാഴ്ച. ഇത് ഈ ആചാരം, ഇതൊരു പഴമയുടെ ആചാരം, അത് ഇപ്പോഴും അതേ നിലയിൽ തന്നെ കൊണ്ടുപോകുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വൈശിഷ്ട്യം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. പരമ്പരാഗതമായി കൈവന്ന ആ പാരമ്പര്യമായ ആചാരാനുഷ്ഠാന പദ്ധതികളിലൂടെ തന്നെ ഇപ്പോഴും അത് നിലനിൽക്കുന്നു, അത് തന്നെ തുടർന്നു പോകുന്നു എന്നത് തന്നെയാണ് ഈ ചടങ്ങുകളുടെ എല്ലാം വൈശിഷ്ട്യം നമ്മളെ സൂചിപ്പിക്കുന്നത്. ഭക്തജന സഹസ്രം വായ്ക്കുരവയോടെ അമ്മമാർ ദേവിയെ സ്വീകരിക്കുകയാണ്. ഒരു കാത്തിരിപ്പായിരുന്നു കഴിഞ്ഞ അമ്മ ശാസ്താവിനെ കാണുവാനുള്ള എഴുന്നള്ളത്തിൽ ഭക്തർ ഒപ്പം അമ്മയെ അനുഗമിച്ചിരുന്നു. അതിനുശേഷം അമ്മയെ തിരിച്ച് അമ്മയുടെ മണ്ണിലേക്ക് എഴുന്നള്ളുന്ന ആ ഒരു കാഴ്ച, ആ ഒരു അത്യത്ഭുതമായ, ദിവ്യമായ ആ ഒരു അനുഭൂതി അനുഭവിച്ചറിയാൻ നിരവധി പേരാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കുത്തിയോട്ടം ഏന്തിയ അമ്മയുടെ ഭടന്മാരായ ബാലന്മാരും ഇവിടെ ക്ഷേത്ര സന്നിധിയിൽ സന്നിഹിതരായിരുന്നു. ആദ്യം തന്നെ കുത്തിയോട്ട ബാലന്മാരാണ് എത്തിയത്. തൊട്ടു പിന്നാലെയാണ് ഈ അമ്മയുടെ ഈ എഴുന്നള്ളപ്പ് ക്ഷേത്ര സന്നിധിയിലേക്ക് വന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ തൊട്ട് മുമ്പിൽ തന്നെ നിന്നുകൊണ്ട് ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ അമ്മ അകത്തേക്ക് എഴുന്നള്ളും. ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയുള്ള കാത്ത് ഇരിപ്പാണ്. ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. ക്ഷേത്രം കവാടത്തിന് തൊട്ട് മുമ്പിൽ തന്നെ അമ്മ നിലകൊള്ളുകയാണ്. ഇപ്പോൾ ആചാരവിധി പ്രകാരമുള്ള പുഷ്പവൃഷ്ടി അടക്കമുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അകത്തേക്ക് എഴുന്നള്ളും. അകത്തേക്ക് എഴുന്നള്ളിയാൽ കാപ്പഴിക്കുന്ന ചടങ്ങായിരിക്കും ഉണ്ടാകുക. കാപ്പഴിക്കൽ ചടങ്ങോടുകൂടി അമ്മയുടെ നട അടയ്ക്കും. അതിനുശേഷം രാത്രി 1 മണിയോടുകൂടിയാണ് ഗുരുതി പൂജ അടക്കം ഉണ്ടാകുക. ഗുരുതി പൂജയോടുകൂടി തന്നെ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് സമാപ്തി കുറിക്കുകയും ചെയ്യും. ആ സമാപനത്തിന്റെ ഒരു ചടങ്ങുകളിലേക്ക് തന്നെയാണ്, സമാപനത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകളിലാണ് ഇപ്പോൾ നമ്മൾ സന്നിഹിതരായിരിക്കുന്നത്. ഭക്തജന സഹസ്രം സന്നിഹിതരായിരിക്കുന്നത്. കഴിഞ്ഞ 9 നാൾ അനന്തപുരിക്ക് ആഘോഷത്തിന്റെ രാവുകളായിരുന്നു. ആ ആഘോഷത്തിന്റെ രാവുകൾ ഏറ്റവും ഉദാത്തമായ, അല്ലെങ്കിൽ ഏറ്റവും ഒരു വലിയ മുഹൂർത്തമാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത്. അനന്തപുരിയെ യാഗശാലയായി മാറ്റിക്കൊണ്ട് ഭക്തജന ലക്ഷം അമ്മയുടെ തിരുമുമ്പിൽ, അമ്മയുടെ മുറ്റത്ത് പൊങ്കാലയണിയിച്ചു. അനന്തപുരി ഒന്നാകെ അമ്മയുടെ തിരുമുറ്റമായി മാറുന്ന കാഴ്ചയും നാം കണ്ടു. ഈ പത്മനാഭന്റെ മണ്ണ് ഇവിടെ മുഴുവനും അമ്മയുടെ തിരുമുറ്റമായി മാറി. ഭക്തജന ലക്ഷങ്ങൾ, അങ്ങനെയുള്ള ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുകയും അമ്മയ്ക്ക് തിരുമുമ്പിൽ പൊങ്കാല നേദ്യം അർപ്പിക്കുകയും ചെയ്ത ശേഷം മടങ്ങി. പൊങ്കാല
പൊങ്കാല അർപ്പിച്ച് മടങ്ങിയതിനു ശേഷമാണ് മറ്റ് ചടങ്ങുകളിലേക്ക് കടന്നത്. ആ മറ്റ് ചടങ്ങുകൾക്കിടെ ഭാഗമായി കുത്തിയോട്ടം നടന്നു. കുത്തിയോട്ട ബാലന്മാർ 581 കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു. 7 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ബാലന്മാർ വാദ്യമേള ഘോഷങ്ങളോടെ അമ്മയുടെ തിരുമുമ്പിൽ എത്തി ചൂരൽ കുത്തു നടത്തിയതിനു ശേഷമാണ് ഇവിടെ നിന്നും മണക്കാട് ശാസ്താവിന്റെ ക്ഷേത്ര സന്നിധിയിൽ നിന്നും നെറ്റിപ്പട്ടമേന്തിയ ഗജവീരന്റെ മുകളിൽ തിടമ്പേറ്റിക്കൊണ്ട് അമ്മ മണക്കാട് ശാസ്താവിന്റെ തിരുസന്നിധിയിലേക്ക് നടന്നു നീങ്ങിയത്. ഇന്ന് രാവിലെ 8:30 മണക്കാട് ശാസ്താവിന്റെ തിരുമുറ്റത്തെത്തിയ അമ്മയെ ആചാരവിധി പ്രകാരം സ്വീകരിച്ചു. ആനയിച്ചിരുത്തി ക്ഷേത്രവിധി പ്രകാരമുള്ള ചടങ്ങുകളും മണക്കാട് ക്ഷേത്ര സന്നിധിയിൽ നടന്നു. അതിനുശേഷമാണ് തുടർന്ന് അമ്മയുടെ തിരിച്ച് എഴുന്നള്ളത്തുണ്ടാകുന്നത്. ആ തിരിച്ചെഴുന്നള്ളത്തിൽ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര സന്നിധിയിലേക്ക് തിരിച്ചെഴുന്നള്ളത്ത് പ്രവേശിച്ചിരിക്കുന്നു. ഭക്തജന സഹസ്രം ഈ ഒരു ദൃശ്യം കാണുവാൻ, ഈ ഒരു ആനന്ദലഹരിയിൽ ആറാടുവാൻ, ഈ ഒരു മനോഹാരിതയിൽ അമ്മയുടെ തിരിച്ചെഴുന്നള്ളത്ത് കണ്ട് ആ ഒരു ആനന്ദ നിർവൃതിയിൽ ആറാടുവാൻ ഭക്തജന സഹസ്രവും ഈ തിരുമുറ്റത്തെത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളായി, ഏതാനും മണിക്കൂറുകളായി ഈ ഭക്തജനങ്ങൾ ഒന്നാകെ കാത്തുകൊണ്ട് നിന്നത് ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയായിരുന്നു. അമ്മയുടെ തിരുമുറ്റത്ത് അമ്മയുടെ വരവും കാത്ത് പ്രതീക്ഷയോടിരിക്കുന്ന ഭക്തരായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ നാം കണ്ടത്. അങ്ങനെ അമ്മ മണക്കാട് ശാസ്താവിന്റെ സ്വീകരണവും ഏറ്റുവാങ്ങി തന്റെ സഹോദരനോടുള്ള പരാതിയും പരിഭവങ്ങളും എല്ലാം പറഞ്ഞു തീർത്തുകൊണ്ട് അമ്മ തിരിച്ചെഴുന്നുള്ള ഒരു കാഴ്ചയാണ്. ആരെയും കണ്ണുനീറണിയിക്കുന്ന, ഈറണിയിക്കുന്ന, മനസ്സിൽ ഭക്തിയുടെ ലഹരി വിതറുന്ന, ആനന്ദ നിർവൃതിയിൽ ആറാടിക്കുന്ന കാഴ്ച, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ തിരുമുറ്റത്തേക്ക് അമ്മ ഇറങ്ങുകയാണ്. ഒരു ജന്മസാഫല്യം എന്ന നിലയിൽ ഭക്തജന സഹസ്രം ഇവിടേക്ക് എത്തി ഈ ദൃശ്യങ്ങൾ കണ്ട്, ഈ ചടങ്ങുകൾ കണ്ട്, ചടങ്ങിൽ ആനന്ദ നിർവൃതിയിൽ ആറാടാൻ ഈ ഭക്തജനങ്ങളും എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അമ്മ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പട്ടുമത്ത പൂമത്ത് വിരിച്ചുകൊണ്ട് ഭക്തർ അമ്മയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 10 ദിവസം അനന്തപുരിക്ക് ഉത്സവ ലഹരിയായിരുന്നു. വിവിധ പരിപാടികളോട് തന്നെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ശബ്ദങ്ങളെല്ലാം ഉയരുന്നത് മന്ത്രോച്ചാരണത്തിന് മാത്രമാണ്. അമ്മേ ദേവീ ശരണം എന്ന മന്ത്രോച്ചാരണം മാത്രം അവിടെ ഇപ്പോൾ പുഷ്പവൃഷ്ടിയുടെ സാന്നിധ്യത്തിൽ ദേവിയെ അകത്തേക്ക് എഴുന്നള്ളിക്കുകയാണ്, അല്ലെങ്കിൽ തിരിച്ചെഴുന്നള്ളത്ത് നടത്തുകയാണ്. ദേവി ഭക്തി നിർഭരമായ അന്തരീക്ഷം. ദേവി തിരിച്ചെഴുന്നള്ളുന്നതോടെ അതിനുശേഷം കുരുതി സമർപ്പണത്തോടെയും ആറ്റുകാൽ മഹോത്സവത്തിന് പരിസമാപ്തിയാവുകയാണ്.